പലപ്പോഴും ബന്ധുക്കളിൽ ചിലരൊക്കെ മരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാർ ഒക്കെ മരിക്കുമ്പോൾ ഭയങ്കര സങ്കടം അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ഞാൻ ഒരു 2-3 മാസം മുമ്പ് എൻ്റെ ഒരു ഉറ്റ സുഹൃത്ത്, എന്നെക്കാൾ 5-8 വയസ്സ് താഴെയുള്ള ഒരു വ്യക്തി മരിച്ചപ്പോൾ ഞാൻ ഒത്തിരി സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. അത് വലിയ ദുഃഖകരമായിരുന്നു. പ്രത്യേകിച്ച് ഈ ശവസംസ്കാര വേളയിൽ ഒരു പ്രാർത്ഥന ചൊല്ലില്ലേ, എൻ്റെ പ്രിയ ഭവനമേ നിന്നോട് ഞാൻ യാത്ര പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞൊഴുകും. ആ സമയത്ത് ഒരു ഫിലോസഫർ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. ഹ്യൂമൻ ബീയിങ്സ് ആർ ഫെല്ലോ പാസഞ്ചേഴ്സ് ടു ഗ്രേവ്. മനുഷ്യരെല്ലാം ശവക്കുഴിയിലേക്കുള്ള സഹയാത്രികരാണ്. അത് വളരെ ദുഃഖകരമായ ഒരു ഫിലോസഫിക്കൽ ആസ്പെക്റ്റാണ്. കാരണം അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്നുള്ള രീതിയിലാണ് ഇത് ഒരു ചിന്ത. എന്തായാലും മനുഷ്യജീവിതം മരണത്തോടു കൂടി ആരംഭിക്കുകയാണെന്നുള്ളത് എത്രയോ വലിയ സന്തോഷകരമായ കാര്യമാണ്. നാം സംസ്കരിക്കപ്പെടുന്നു, നമ്മുടെ യഥാർത്ഥ ജീവിതം സ്വർഗത്തിലാണ് എന്നും നമുക്ക് ഒത്തിരി സന്തോഷിക്കാൻ മരണം കാരണമാണെന്നുള്ളത് എത്രയോ വലിയ ഒരു ചിന്തയാണ്. നമുക്കങ്ങനെ മരണത്തിന് വേണ്ടി ജീവിക്കാൻ, മരിക്കാൻ വേണ്ടി ജീവിക്കാൻ തയ്യാറായാൽ എത്രയോ ആഹ്ലാദകരമാണ്, സന്തോഷകരമാണ് നമ്മുടെ ജീവിതം. ഞാൻ നിർത്തുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം.